വയനാട് ജില്ലയിലെ മാനന്തവാടി നഗരസഭയാണ് ഇന്ന് തദ്ദേശ തർക്കത്തിൽ. അവിടെ എന്താണ് തർക്കമെന്ന് ചോദിച്ചാൽ LDFും UDFും മാറി മാറി ഭരിച്ച നഗരസഭയിൽ ഇത്തവണ ഭരണം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ട് മുന്നണികളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വാശിയേറിയ പോരാട്ടത്തിലാണ് മാനന്തവാടി. നഗരസഭയായി ഉയർത്തിയ മാനന്തവാടിയിൽ വാർഡ് വിഭജനത്തോടെ 37 വാർഡുകളാകും. 2015 ആദ്യ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് നേടി LDFും 2020 20 സീറ്റ് നേടി UDFും ഭരണത്തിലെത്തി. നഗരസഭയായി ഉയർത്തിയതിനു ശേഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുറപ്പാക്കാനും നഗരസഭാ കാര്യാലയം നിർമ്മിക്കാനും കഴിഞ്ഞുവെന്ന് UDF അവകാശപ്പെടുന്നു. 2015 മുതലുള്ള UDFിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2015 2020 ഇവിടെ LDF ആണ് ഭരിച്ചിരുന്നത്. അവർ ഒരു കാര്യവും ഈ ചെയ്യാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഈ വർഷം ഞങ്ങൾ UDFിന് ഭരണത്തിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭരണം നൽകിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ മുഴുവൻ ഒന്നൊന്നായി നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിൽ മാനന്തവാടിയുടെ ചിത്രം ഏകദേശം ഒരു 50 വർഷം ഉണ്ടാകാത്ത പുരോഗതി ഈ 5 വർഷം കൊണ്ടുണ്ടായി എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ജനങ്ങളോട് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി നഗരസഭാ കാര്യാലയം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടും നഗരസഭയ്ക്കൊന്നും ചെയ്യാനായില്ലെന്നാണ് LDF ആരോപണം. പദ്ധതികൾ പലതും അഴിമതിയാണെന്നും LDF നേതാക്കൾ ആരോപിക്കുന്നു. വസ്തുതകൾ മനസ്സിലാക്കി ജനം ഇത്തവണ LDFിനെ വിജയിപ്പിക്കുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സമയപരിധിക്കുള്ളിൽ സാധിക്കേണ്ടതായിരുന്നു. പക്ഷേ കെടുകാര്യസ്ഥതയും ഗ്രൂപ്പീസവും അഴിമതി നിറഞ്ഞ പർച്ചേസിംഗ് ഭരണവുമാണ് നഗരസഭയിൽ നടക്കുന്നത്. മാസ്റ്റർ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി പോലും ഈ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം അഴിമതി നിറഞ്ഞതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ വാങ്ങുകയും അതിലൂടെ ലഭിക്കുന്ന കമ്മീഷൻ വീതം വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ മാറി എന്നുള്ളത് നമുക്ക് തികച്ചും വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. LDFും UDFും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ കളം പിടിക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് BJPയും. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് മലയാളം, വയനാട്.